ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് രാവിലെ തന്നെ ഫേസ്ബുക്കിൽ നമ്മുടെ കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, മാധ്യമങ്ങൾക്ക് നൽകുന്നത്. ഇതിൽ ഞാൻ മാത്യു കുഴൽനാടൻ്റെ കൂടെയാണ്. സംഭവം എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ, മാത്യു സാർ പറഞ്ഞത് വളരെയധികം കറക്റ്റാണ്. ഈ ലീഗിന് ഒരു ധാരണയുണ്ട്. ലീഗാണ് എല്ലാം, മുസ്ലിം ലീഗാണ് എല്ലാം കോൺഗ്രസ്സിലെ എന്നൊരു ധാരണയുണ്ട്. സത്യം പറഞ്ഞു വെച്ചാൽ ഈ മുസ്ലിം ലീഗിനെ മലപ്പുറം വിട്ട് കഴിഞ്ഞു വെച്ചാൽ പിന്നെ വേറൊരു എന്താ പറയുക, മറ്റുള്ളവിടെ ഒരു വിലയില്ല. മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസിൻ്റെ ബലത്തിൽ തന്നെയാണ് മുസ്ലിം ലീഗ് ജയിച്ചു കയറുന്നത്. അതേപോലെ തന്നെ വന്നിട്ട് മുസ്ലിം ലീഗിന് പഴയ പ്രതാപമൊന്നുമില്ല. കാരണം അവിടെ നമ്മുടെ തങ്ങന്മാരുടെ ഒരു എന്താ പറയുക അഡ്വാൻറ്റേജ് നല്ല രീതിയിലുണ്ട്. അവരോടുള്ള ബഹുമാനവും സ്നേഹവും കൊണ്ടാണ് മുസ്ലിം ലീഗ് പല സ്ഥലങ്ങളിലും ജയിക്കുന്നത്. അല്ലാതെ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നേട്ടങ്ങൾ കൊണ്ടോ അതോ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടല്ല. ഇനിയെങ്കിലും മുസ്ലിം ലീഗ് മനസ്സിലാക്കണം, എല്ലാവിടെയും വിളിക്കാത്ത കല്യാണത്തിനും പോയിട്ട് കയറിയിരുന്ന് തിന്നരുത്. അതൊക്കെ ശ്രദ്ധിക്കണം. മുസ്ലിം ലീഗിന് ഉള്ള ധാരണകളൊക്കെ എന്തെങ്കിലും ഇതുണ്ട്, ഞാൻ അങ്ങനെയാണ് എന്നുള്ളൊരു ധാരണയുണ്ട് പറഞ്ഞു വെച്ചാൽ ഇനിയെങ്കിലും മനസ്സിലാക്കുക, നിങ്ങൾ ഒന്നുമല്ല. കേവലം തമിഴ്നാടും കേരളവും കഴിഞ്ഞു പറഞ്ഞു വെച്ചാൽ മറ്റ് സ്ഥലങ്ങളിൽ, കർണാടക പോലെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങളുടെ കൊടി പോലും കാണത്തില്ല. കാരണം നിങ്ങളുടെ കൊടിയുള്ളത് കോൺഗ്രസ്സിന് സത്യം പറഞ്ഞാൽ നെഗറ്റീവാണ്. ഈ ഒരു കൊടി സംഘികൾ എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ശരിയെന്നാ, ബൈ ബൈ.